ഏവർക്കും പയ്യോളി നഗരസഭ പുതിയ ഭരണസമിതിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസ. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ 2020-21 കാലഘട്ടത്തിലെ കൗൺസിലറായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 25 തൊട്ട് 30 വർഷം വരെ 30ാമത്തെ വർഷം വരെ ഞാനിവിടെ കൗൺസിലറായിട്ട് ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ക്രിസ്മസിന് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും അർപ്പിക്കുന്നു. 4ാം തവണയും പയ്യോളി മുനിസിപ്പാലിറ്റിയുടെ 20ാം ഡിവിഷനിൽ 4ാം തവണയും 4 വോട്ടിന് വിജയിച്ചു വന്ന എൻ്റെ ജനങ്ങളോടുള്ള കൂറും സ്നേഹവും ബഹുമാനവും എപ്പോൾ ഉണ്ടാവും. എൻ്റെ മുനിസിപ്പാലിറ്റിക്കും അതേപോലെ എൻ്റെ വാർഡിനും വേണ്ടി വികസന പ്രവർത്തനങ്ങൾ ഒന്നാമതായി ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. 23ാം ഡിവിഷൻ റൈസ റാഫി. ഇനി അങ്ങോട്ട് വാർഡിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും നന്മ നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഞാൻ ആരിഫ ഫൈസൽ, 25ാം വാർഡിലെ കൗൺസിലറാണ്. വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും നന്മയും നല്ലൊരു ക്രിസ്മസ് ആശംസയും നേരുന്നതോടൊപ്പം എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ ഉണ്ടാവുമെന്നും അവർക്ക് ഉറപ്പ് നൽകുന്നു. 19ാം വാർഡിലെ ഷൈന പി കെ എന്ന കൗൺസിലർ ഇനി നാടിന് വേണ്ടി എല്ലാ വികസന പ്രവർത്തനങ്ങളും ചെയ്യുന്നതായിരിക്കും. ഇതുവരെയുള്ള വികസന പ്രവർത്തനത്തിന് കൂടെ തന്നെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. ഹാപ്പി ക്രിസ്മസ്. 25ാം ഡിവിഷന്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറാണ്. പേര് നിഹാൽ എന്നാണ്. അപ്പം വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വാർഡിന്റെ ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകണം. വലിയ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് ഈ 5 വർഷ കാലഘട്ടത്തിൽ വലിയ മാറ്റം വാർഡിനുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കണമെന്ന പ്രതീക്ഷയോടാണ് വരുന്നത്. അതിനകത്ത് എല്ലാവരും ഒരുമയോട് ചേർന്നുകൊണ്ട് വലിയ വികസന മുന്നേറ്റങ്ങൾ വാർഡിൽ നടത്തണം. അതിനോടൊപ്പം എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകണം കൂടി സൂചിപ്പിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകളോടി എൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും മുനിസിപ്പാലിറ്റിയിലെ 2ാം വാർഡിൽ നിന്നാണ് കൗൺസിലറായിട്ട് സെലക്ട് ആയിട്ട് ഞാൻ വന്നത്. എൻ്റെ പേര് സാബിറ പി കെ എന്നാണ്. ഇതുവരെ ജനങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസവും ഞാനത് മുമ്പോട്ടും കീപ്പ് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം എന്ത് പദ്ധതികളായാലും എന്ത് ആവശ്യങ്ങളായാലും സാധാരണക്കാർക്ക് ഞാനത് എത്തിച്ചു കൊടുക്കുവാണ്. അതാണ് എൻ്റെ കർത്തവ്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. നഗരസഭയിലെ ബിസ്മി നഗറിൽ നിന്ന് വിജയിച്ചു വന്ന നസീമ എന്ന ഞാൻ എൻ്റെ വാർഡിൻ്റെ എല്ലാ കാര്യത്തിലും എല്ലാ പ്രവർത്തനത്തിലും ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുകയും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനത്തിലും ഞാൻ ഉണ്ടാവുമെന്ന് പറയുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ 24ാം ഡിവിഷനിൽ ജയിച്ചു വന്ന മുസ്തഫ എന്നാൽ എൻ്റെ വാർഡിലുള്ള വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും എന്ത് കാര്യമുണ്ടെങ്കിൽ എല്ലാ കാര്യം നിങ്ങളെ കൂട്ടത്തിൽ ഒരു സഹോദരനായാലും മകനായിട്ടും ഏത് രീതിയിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരും സഹായ സഹകരണം എനിക്ക് ആവശ്യമുണ്ട്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. 11ാം ഡിവിഷനിൽ നിന്ന് വിജയിച്ച കൗൺസിലറാണ് ഞാൻ. എന്നെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വിജയിക്കാൻ കാരണം ഇനി അങ്ങോട്ടും അവരെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും എല്ലാ കാര്യത്തിനും. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. മുനിസിപ്പാലിറ്റിയിലെ 18ാം ഡിവിഷനിൽ നിന്നും ജയിച്ചു വന്ന കൗൺസിലറാണ് ഞാൻ ഗീത ടീച്ചർ. എൻ്റെ വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ മുൻപിൽ തന്നെ ഉണ്ടായിരിക്കും. എന്നെ കൊണ്ട് ആവുന്നതുപോലെ എല്ലാ പ്രവർത്തനവും ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. 10ാം വാർഡിലെ മണത്തിൽ ഡിവിഷനിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചിരിക്കുന്നത്. ന്യൂ ഇയർ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. ഇന്ന് ഞാൻ മുനിസിപ്പൽ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇനിയുള്ള 5 വർഷം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു പുതുവത്സര ക്രിസ്മസ് ദിനത്തിൽ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. താങ്ക് യു. എൻ്റെ പേര് തുഷാര. ഞാൻ 28ാം ഡിവിഷനിൽ പുത്തൻമരച്ചാലിൽ UDF സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് വിജയിച്ച ആളാണ്. എനിക്ക് എൻ്റെ നാട്ടുകാരും 28ാം ഡിവിഷനിലെ എൻ്റെ കൂടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിന്നതും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ നാട്ടിലെ ജനങ്ങൾക്കും അവർ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും തിരിച്ചും ഞാൻ അതുപോലെ തന്നെ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് വിനീതമായി പറയുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ 15ാം ഡിവിഷനിൽ നിന്ന് പയ്യോളി നഗരസഭയിലേക്ക് കൗൺസിലറായിട്ട് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഡിവിഷനിലുള്ള UDFിൻ്റെ മുഴുവൻ ആൾക്കാരും ഒറ്റക്കെട്ടായി നിന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചത്. വൻ ഭൂരിപക്ഷത്തിൽ ആ ഒരു ഡിവിഷനിൽ വിജയിച്ച് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ വാർഡിലുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ 15ാം ഡിവിഷനിൽ നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും നിങ്ങളോട് തോളോട് തോൾ ചേർന്നുകൊണ്ട് ഞാൻ ഉണ്ടാവും എന്ന് പറയുകയാണ്.
അതേപോലെ തന്നെ നമ്മുടെ 2025 കഴിയാൻ പോവുകയാണ്. 2026 നമുക്ക് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. 2026 ഒരു പുതുവർഷം ഒരു ആത്മശാന്തിയുടെ എല്ലാവർക്കും ഒരു നന്മയുടെ വർഷമായി തീരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ സാജിറ ലത്തീഫ്, പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ 9ാം ഡിവിഷനിൽ നിന്നും ജനപ്രതിനിധിയായി അയച്ച വ്യക്തിയാണ്. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുമിച്ച് പോരാടാൻ ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസ. ഞാൻ വിനീത സോമൻ, ഡിവിഷൻ 16 നിന്നും ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അപ്പോൾ ഞാൻ പയ്യോളി മുനിസിപ്പാലിറ്റിയിലാണ് നിൽക്കുന്നത്. ഞാൻ ഡിവിഷൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ദൈവ സന്തോഷവതിയാണ്. നിങ്ങളാണ് എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നാടിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ വളരെ സന്നദ്ധയാണ്. ഏവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ക്രിസ്മസ് പുതുവത്സര ഏവർക്കും പയ്യോളി നഗരസഭ പുതിയ ഭരണസമിതിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസ. ഹാപ്പി ന്യൂ